കേരളത്തിൽ ഇന്നലെ 2 പേർ മരിച്ചെന്നും കുട്ടികളടക്കം 22 പേർക്ക് സൂര്യതാപം ഏറ്റെന്നുള്ള വാർത്തകൾ പത്രത്തിൽ വായിക്കാനിടയായി. ചൂട് കനക്കുന്നുവെന്നും ജാഗ്രത പാലിക്കണമെന്നും സെൽഫ് ലോക്ക്ഡൗൺ നല്ലതാണെന്ന് മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വരെ ആഹ്വാനം ചെയ്യുന്നു. മന്ത്രിമാരും നേതാക്കളും ശീതീകരണങ്ങളിൽ താമസിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർ വേദനിച്ചുള്ളിൽ അറിയുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. കുറച്ചു കാലം മുമ്പ് വരെ പാലക്കാട്ടുള്ളവർ ഈ കൊടുംചൂടിൽ നിന്ന് രക്ഷ നേടാൻ AC സിനിമാ തിയേറ്ററിൽ കയറി അഭയം പ്രാപിച്ചിരുന്നതായി കേട്ടിട്ടുണ്ട്. പണ്ടും ചൂടിന് കുറവൊന്നുമില്ലായിരുന്നു. അന്ന് ആലപ്പുഴക്കാർക്ക് അവരുടേതായ ഒരു രീതിശാസ്ത്രം ഉണ്ടായിരുന്നു ഈ കഠിന വേനലിനെ പ്രതിരോധിക്കാൻ. അതേപ്പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 1970 വരെ ആലപ്പുഴയിൽ വേനൽക്കാലത്ത് ചൂടിനെ പ്രതിരോധിക്കാൻ ആലപ്പുഴയുടേതായ ഒരു രീതിശാസ്ത്രം ഉണ്ടായിരുന്നു. വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ ആലപ്പുഴ കല്ലുപാലം നൌഷാദ് സ്റ്റോഴ്സ് മുതൽ പടിഞ്ഞാറോട്ട് കച്ചവടത്തോടിൻ്റെ വടക്കേക്കരയിൽ കടകൾക്ക് മുന്നിൽ ഉയരത്തിൽ ഓലമേഞ്ഞ പന്തലുകൾ ഇടുമായിരുന്നു. പന്തലുകൾ മിക്കവാറും എല്ലാ കടകൾക്ക് മുന്നിലും വിട്ട് കൊത്തവാൾ ചാവടിപ്പാലം വരെ വരികയും അവിടെ പോരാറെഡ്ഡിയാരുടെ പലചരക്ക് മൊത്തവ്യാപാര കട വരെ നീണ്ടുനിന്ന് അവിടെ അവസാനിക്കുകയും ചെയ്യുമായിരുന്നു. ജനുവരി 15 മുതലിടുന്ന ഈ പന്തൽ മെയ് മാസം 15-ാം തീയതി വരെയാണ് നിലനിന്നിരുന്നത്. സൂര്യൻ ഈ കാലത്ത് തെക്കൻ ചായ്വായതിനാൽ വടക്കേക്കരയിലുള്ള കച്ചവടക്കാർക്ക് കടയ്ക്കുള്ളിൽ വെയിലും ചൂടുമേറ്റ് കഴിയേണ്ടി വരുന്നത് ഈ പന്തൽ ഒഴിവാക്കിയിരുന്നത് വലിയ ഒരു ആശ്വാസമായിരുന്നു. മാത്രമല്ല, ഓലമേഞ്ഞ പന്തൽ നല്ല കുളിർമയും നൽകിയിരുന്നു. കരാർ അടിസ്ഥാനത്തിലാണ് ഈ പന്തൽ ഇട്ടുവന്നിരുന്നത്. മാർക്കറ്റ് വാർഡിൽ പുത്തമ്പുരയ്ക്കൽ പോത്തച്ചൻ എന്ന ആളായിരുന്നു പന്തലിൻ്റെ കരാറുകാരൻ. അക്കാലത്ത് ഇന്നത്തെ പോലെ ഉയരം കൂടിയ ലോറികളോ ട്രിപ്പറുകളോ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് പന്തലിടും. മുന്നിൽ മാത്രമല്ല, അക്കാലത്ത് വെയിലേറ് കൊള്ളാതെ കഴിയുന്നതിന് വേണ്ടി വീടുകൾക്ക് മുന്നിലും ഓലപ്പന്തലിട്ടിരുന്നത് കഠിന ചൂടിൽ നിന്നും വീട്ടിൽ താമസിക്കുന്നവർക്ക് മുക്തി നൽകിയിരുന്നു. ഇന്ന് വാഹനങ്ങൾ പെരുകി ഉയരം കൂടുതലുള്ളതും കണ്ടെയ്നർ ലോറികളും എല്ലാ റോഡുകളിലും ഓടുന്നതിനാൽ പന്തലിടുന്നത് അസാധ്യവുമാക്കിയിരിക്കുന്നു. ടാറിടാത്ത പല റോഡുകളും അക്കാലത്ത് ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. ഇവിടെയും പട്ടണത്തിലെ കാണകളിൽ നിന്നും ദുർഗന്ധം ഒഴിവാക്കാനും മുനിസിപ്പാലിറ്റി ടാങ്കർ ലോറികൾ ഷവർ കുഴൽ ഘടിപ്പിച്ച് റോഡ് നനച്ച് പൊടിശല്യം ഒഴിവാക്കിയിരുന്നതും കാണകൾ ദിവസവും ഈ ലോറിയിൽ കൊണ്ടുവരുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയിരുന്നതും ഇന്നും നല്ല ഓർമ്മയിലുണ്ട്. അതൊക്കെ ഒരു നല്ല ഓർമ്മയാണ്. അന്നത്തെ കാലത്തെ പോലെയുള്ള ഒരു ഭരണ സംവിധാനം ഇന്ന് വന്നിരുന്നെങ്കിൽ ആ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇന്ന് ഓർമ്മിച്ചു പോകും.